പുതിയ അധ്യയന വർഷത്തിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും പിന്തുണയും സമയബന്ധിതമായി നേടിയെന്ന് ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സാമൂഹിക മൂല്യങ്ങളും പൗരബോധവും കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന തരത്തിൽ പഠന പ്രക്രിയ വികസിപ്പിക്കുകയാണ് പദ്ധതി ചെയ്യുന്നത്. പൊതുകാര്യങ്ങൾ, റോഡ് സുരക്ഷ, സ്കൂൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങൾ, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം, ഹരിത ക്യാമ്പസ്, സ്കൂൾ സൗന്ദര്യവൽക്കരണം, ആരോഗ്യം, വ്യായാമം, കായികക്ഷമത, ഡിജിറ്റൽ അച്ചടക്കം, പൊതുമുതൽ സംരക്ഷണം, പരസ്പര സഹകരണത്തിന്റെ പ്രാധാന്യം തുടങ്ങിയ നിരവധി പുത്തൻ തീമുകളാണ് പാഠ്യപദ്ധതിയുടെ ഭാഗമായിരിക്കുന്നത്. ഒന്ന്, സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം ആസൂത്രിതമായി നടപ്പാക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ്സിലും കുട്ടികൾ നേടേണ്ട അറിവും കഴിവും അതാത് ക്ലാസ്സിൽ വെച്ച് തന്നെ നേടിയെന്ന് ഉറപ്പാക്കുക എന്ന സമഗ്ര ഗുണമേന്മ പദ്ധതിയുടെ ഭാഗമാണ്. ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന നില അറിഞ്ഞുകൊണ്ട് അതാത് അവസരങ്ങളിൽ ആവശ്യമായ പഠന പിന്തുണ ഉറപ്പാക്കി കുട്ടികളെ പഠനത്തിൽ മുന്നേറാൻ പ്രാപ്തമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായാണ് പദ്ധതി. ജൂൺ 3 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണം. ദിവസേന 1 മണിക്കൂറാണ് ഇതിനായി നീക്കിവെക്കേണ്ടത്. നാടകം, സെമിനാർ എന്നിവ നടത്തുന്നുണ്ടെങ്കിൽ അവ പൂർണ്ണമാക്കാനുള്ള സമയം അനുവദിക്കണം. ബാക്കി സമയങ്ങളിൽ സാധാരണയുള്ള പഠന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാം. ഏത് ദിവസം ഏത് തീം നടപ്പാക്കണമെന്നും ഉത്തരവുണ്ട്. പാഠപുസ്തക അറിവിനേക്കാളപ്പുറം കുട്ടികൾ നേടേണ്ട സാമൂഹിക വികാസമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.